ഹലോ ഗൈസ്, ഫുൾ ബോഡിയിലുണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്ന ഒരൊറ്റ പാക്കാണ് ഈ ഒരു പാക്ക്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ, അതുപോലെ തന്നെ കയ്യിൽ, കാലിൽ, മുഖത്ത്, അതുപോലെ കഴുത്തിൽ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ സ്കിന്നിന് നമ്മൾ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡിയിലുണ്ടാകുന്ന ടാൻ നമുക്ക് റിമൂവ് ചെയ്ത് സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കിൻ്റെ വീഡിയോ ആണ്. നമുക്കിത് കയ്യിലും കാലിലും മുഖത്തൊക്കെ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് സൺ ടാനൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടുമെന്നല്ല, അപ്പം നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് കേൾക്കുക. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. സൺ ടാൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുള്ളത് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്നും സൺ ടാൻ അങ്ങ് റിമൂവ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നല്ല രീതിയിൽ തന്നെ സൺടാനൊക്കെ മാറ്റി, സൺടാൻ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന നോർമൽ മഞ്ഞൾ, കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല, അല്ലാത്ത നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും മുഖത്ത് ഉപയോഗിക്കുന്ന മഞ്ഞൾ, അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2.25 സ്പൂണൊക്കെയാണ് എടുക്കുന്നത്. കാരണം കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ഇതിൽ കാലിൽ അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് 2.25 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാലിലും കൂടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂണെങ്കിലും എടുക്കേണ്ടി വരും. അത് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇതിന് മുന്നേ റോസ്റ്റ് ചെയ്ത് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ നേരം ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുക വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ, ഇത് പേടിക്കേണ്ട, ഇങ്ങനെ ഒരു പുക വരും. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുന്ന സമയത്താണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഒരു ബ്രൗൺ കളറിലേക്ക് ആകുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മഞ്ഞൾപ്പൊടി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിലുപരി ഇങ്ങനെ രീതിയിൽ ഉപയോഗിച്ച് നല്ലതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് ദാൽ പൗഡറാണ്. മസൂർ ദാലില്ലേ, അതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പയറുപൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയില്ലേ, ഇത് ഏതിലെങ്കിൽ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഇനി നമ്മൾ ചേർക്കുന്ന സംഭവമാണ് ഹണി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഹണിക്ക് പകരം വേറെ ഒന്നും വരില്ല. കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറുന്നതിനും അതുപോലെ സൺ ടാൻ മാറ്റുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണിത്. അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ഒരുപാടധികം പ്രശ്നങ്ങൾക്ക് ഒരു നല്ലൊരു സൊല്യൂഷനാണ് തേനെന്ന് പറയുന്നത്. തേൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ല ഗുണം കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ ഹെയറിലൊന്നും ആവാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ നോർമൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺ ടാൻ ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൺ ടാൻ ഒരുപാടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തൈര് നമ്മൾ നോർമലി ഫേസിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തൈര് എന്ന് പറയുന്ന ഒരു ഫേഷ്യൽ ഞാൻ ചെയ്തിട്ടുണ്ട്, തൈര് മാത്രം വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് പുറത്ത് വെച്ച് എടുക്കണ്ടായിരുന്നു എന്നാണ് പിന്നെ എനിക്ക് തോന്നിയത്. കാരണം പുറത്ത് നന്നായിട്ട് വെട്ടമടിക്കുന്നു. കാരണം മഴയൊക്കെ പെയ്ത് തോർന്നതിന് ശേഷം നന്നായിട്ട് വെട്ടമടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ ഫേസിലൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ, ഒരു എന്താ ഭയങ്കരമായിട്ട് വെട്ടമൊടിച്ച് അവിടെയൊക്കെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് ഈ മഴയൊക്കെ പെയ്തൊന്ന് തോർന്ന സമയത്ത് നന്നായിട്ട് വെട്ടമടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മഴ പെയ്യേയില്ല, അങ്ങനെ ചാറി നിൽക്കുമോ, ഭയങ്കര തൊല്ല കേസാണല്ലേ അത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ആയിട്ട് തോന്നാറുണ്ട്. ഇങ്ങനെ മഴ പെയ്യേയില്ല എന്നാൽ പെയ്യുമെന്ന് ചോദിച്ചാൽ അതുമില്ല. അങ്ങനത്തെ ഒരു മീഡിയം രീതിയിൽ അങ്ങ് നിൽക്കും. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല, പുറത്തിറങ്ങാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രൗൺ കളറാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാത്ത ഒന്നും ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫേസിൽ നന്നായിട്ട് ഉണങ്ങി പിടിച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോർമൽ വാട്ടർ ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്യുന്നത്. കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചാൽ വൈകിട്ട് സമയത്തൊക്കെ ഉപയോഗിക്കാം. പുറത്തോട്ടൊക്കെ പോയിട്ട് വന്ന് ഇപ്പം നമ്മുടെ വലിയ
വെയിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയിലില്ലാത്ത ഈ ഒരു സമയമാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്നതിനും ഏറ്റവും പറ്റിയ സമയം. കാരണം വെയിലടിക്കില്ല, അപ്പോൾ വെയിലടിച്ച് നമ്മുടെ സൺ ടാൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പഴയ സ്കിൻ ടോൺ തിരിച്ചു കൊണ്ടുവരുവാനും ഒക്കെ പറ്റുന്നൊരു സമയമാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. സ്കിൻ കെയർ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് ചെയ്തു തുടങ്ങിക്കോ, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി വെയിലൊന്നും അടിക്കില്ല പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. ആഴ്ചയിൽ ഒരു 4 തവണയെങ്കിലും ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ എന്താ പറയുക, ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 4-3 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. നല്ല എഫോർട്ട് എടുത്ത് കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ വീഡിയോ എടുത്ത് ലാസ്റ്റ് നോക്കിയ സമയത്താണ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ, റൂമിൽ വെച്ച് എടുത്താൽ മതിയെന്ന്. കാരണം നിങ്ങൾക്ക് ആ റിസൾട്ടോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരു ചെറിയൊരു വെട്ടം പോലെ അങ്ങ് ഒരു ഷെയ്ഡ് പോലെ അങ്ങനെ ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി സോറി. പക്ഷേ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ, ട്രസ്റ്റ് മീ ഗൈസ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപയോഗിച്ചില്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഉപയോഗിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ വലിയ വെയിലില്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ചെറിയ രീതിയിലെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ റിസൾട്ട് നല്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കല്ലേ. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, എനിക്ക് ഉറപ്പാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.